ഗൈസ്, നമ്മുടെ അടുത്ത് കുറേ നാളായിട്ട് പൂട്ടി കിടക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ രാത്രി ഒച്ചയും വെള്ളമൊക്കെ ഉണ്ട്. പ്രേതത്തിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഇതിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ നിഴലിനെ കണ്ടു, കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടു, ആൾക്കാർ ഓടുന്നതും ചിരിക്കുന്നതൊക്കെ കണ്ടു കേട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വന്നേക്കുന്നതാണ്. കമോൺ. നല്ല പഴയൊരു വീടാണ് ഗൈസ്. ഇങ്ങനെയുള്ള വീടുകളിൽ പോകുമ്പോൾ പ്രേതത്തിനേക്കാൾ നമ്മൾ പേടിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് അതുപോലത്തെ ജീവികൾ പലതും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് പോവുക. അപ്പം നമ്മളൊരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മളെ ഡോർസ് കാര്യങ്ങളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദമോ കാര്യങ്ങളോ കേട്ടാൽ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡോറുകളും നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യും. നമ്മളെല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിൽ പോയിട്ട് ഇങ്ങനെ ഒരു കിലുങ്ങുന്ന ഒരു സാധനം നമ്മൾ ഇടും. സോ അവിടെ ഡോറിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം സൗണ്ട് കേൾക്കും, നമുക്കറിയാൻ പറ്റും. സോ നമ്മൾ ചെയ്യാൻ പോണത് എല്ലായിടത്തും നമ്മൾ കൊണ്ടിടാൻ പോവാം. ദെൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഇതൊരു IR തെർമോമീറ്റർ ആണ്. സോ എന്തെങ്കിലും ഒരു പാരനോമൽ എനർജിയോ കാര്യങ്ങളോ ഉള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ അറ്റ്മോസ്ഫറിക് പ്രഷറിനും ടെമ്പറേച്ചറിനും ചേഞ്ചസ് ഉണ്ടാവും നോർമൽ റൂം ടെമ്പറേച്ചറിൽ നിന്ന്. സോ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ മുറിയിൽ എല്ലായിടത്തും നമ്മൾ ചെക്ക് ചെയ്യും. എന്തെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. സോ നമ്മൾ ഇത് വെച്ചിട്ട് റൂമിൽ നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിലെല്ലാം നമ്മൾ അതിൻ്റെ ജസ്റ്റ് ടെമ്പറേച്ചർ എത്ര റൂം ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. കോർണറിലും എല്ലായിടത്തും നോക്കുമെന്ന്. ഓക്കെ, സോ നമുക്ക് ആ രീതിയിലും ഇവിടെ പാരനോമൽ ആയിട്ടുള്ള ഒന്നും നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതൊരു EMF മീറ്ററാണ്. ഇത് നമ്മുടെ മുറിയിൽ നമ്മൾ പോയിരിക്കുന്ന വീടോ നമ്മളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറോ അവിടുത്തെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. അപ്പം നമ്മൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കാര്യം, ഈ വീടിൻ്റെ മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തു. സോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ വേറെ ഒരു രീതിയിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല. സോ നമ്മൾ ഇതായിട്ട് ഓരോ കോർണറിലും നമ്മൾ പോയിട്ട് ഇതിൽ വോൾട്ടേജ് റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ ഒരു അബ്നോർമൽ എനർജി, അതായത് കറണ്ട് പവർ സപ്ലൈ അല്ലാണ്ട് ഒരു അബ്നോർമൽ എനർജിയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിത് ഈ ഒരു എക്യുപ്മെൻറ്റ് വേറെ ഏതെങ്കിലും സാധനങ്ങളുടെ അടുത്തോട്ടോ ടേബിളിലോ കാര്യങ്ങളിലോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, ലൈറ്റുകളൊന്നും ബ്ലിങ്ക് ചെയ്യില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തരംഗങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഏത് മെഷീൻ ഇതിൻ്റെ അടുത്ത് പിടിച്ചു കഴിഞ്ഞാലും ഇതിൽ റീഡിങ് കാണിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഫോൺ മാറ്റിക്കഴിഞ്ഞാൽ റീഡിങ് നിന്നു. ഞാൻ ആ ഫോൺ അടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും സിഗ്നലുകൾ കാണിക്കുന്നുണ്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. സോ നമ്മളുള്ള ഈ മുറിയിൽ നമ്മളിതിൻ്റെ മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തേക്കുക. എന്തെങ്കിലും തരത്തിലുള്ള എനർജി സോഴ്സുകൾ ഈ മുറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ മീറ്റർ വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സിഗ്നൽസ് ഒന്നും പിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ആൾക്കാർ ചുമ്മാ ഒരു കഥ അടിച്ചിറക്കിയതായിരിക്കും, അല്ലാണ്ട് എൻ്റെ അപ്പുറത്തോട്ട് ഇവിടെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഫൈനലായിട്ട് ഒരു രീതിയിലും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു UV ലൈറ്റ് ടോർച്ചാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇതൊരു UV ലൈറ്റ് ടോർച്ചാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഫിംഗർ പ്രിൻറ്റ്സോ കാര്യങ്ങളോ നോർമലായിട്ട് നമ്മൾ എന്തായാലും പൊടി പിടിച്ച് കിടക്കുന്ന വീട്ടിൽ ആരും ഫിംഗർ പ്രിൻറ്റ് വയ്ക്കാനായിട്ട് വരത്തില്ല. സോ നമ്മൾ വന്ന വഴിയിൽ ഏതെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഗൈസ്, ആസ് ആൻ അസംഷൻ നമ്മൾ ഈ വീട്ടിൽ നോക്കി ഇവിടെ അബ്നോർമൽ ആയിട്ടോ സൂപ്പർ നാച്ചുറൽ ആയിട്ടോ യാതൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ എനിക്കും വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കി നിങ്ങളെ പറ്റിച്ച് ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ലക്ഷ്യം ജെനുവിനും ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കുകയാണ്. അല്ലാണ്ട് ആൾക്കാരെ പേടിപ്പിക്കലോ പരിഭ്രാന്തിപ്പെടുത്തലോ ഒന്നുമല്ല. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്ന വിഷ്വൽസ് 100% ജെനുവിൻ ആയിരിക്കും. നമ്മൾ റിയൽ സ്പോട്ടിൽ വന്ന് ഇവിടെ നിന്ന് സയന്റിഫിക്കലി ചെക്ക് ചെയ്താണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ലൈവ് വിഷ്വൽസ്, ചിലപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ കളർ ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ വിഷ്വൽസ് ആയിരിക്കും. നിങ്ങൾ കാണുന്ന അതുപോലത്തെ കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് 100% ജെനുവിൻ ആയിരിക്കും. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസുകളോ ഹൗസോ വീടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. നമ്മൾ സൗജന്യമായിട്ട് വന്നിട്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊണ്ടുപോകാം. നമ്മൾ അതിന് കൃത്യമായിട്ട് ഉത്തരം തരുന്നതായിരിക്കും എല്ലാവർക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.